തൃശ്ശൂർ ഭാഗത്ത് കുറച്ച് എറണാകുളം വരെയും പാലക്കാടിൻ്റെ ഇടയ്ക്കൊക്കെ ഈ വെളിച്ചപ്പാടിന് ഭയങ്കര ഒരു പേരാണ്. അന്നേ ദിവസം അതിൻ്റെ തലേദിവസം വരെ ഈ വെളിച്ചപ്പാട് വാഴംകുഴി കുത്താനൊക്കെ ആകുമ്പോൾ ഇവിടെ വേലായുധന്നൊക്കെ വിളിക്കാം. പക്ഷെ അന്നത്തെ ദിവസം പുള്ളി ദൈവമാണ്. ഈ വെളിച്ചപ്പാടിൻ്റെ പ്രത്യേകത അദ്ദേഹത്തിന് തുള്ളാൻ പോകുന്നതിന് മുമ്പ് ഈയോ എന്ന് പറഞ്ഞിട്ടാണ് വാളൊക്കെ ആയിട്ട് അങ്ങോട്ട് ഇറങ്ങുക. അപ്പോൾ പുള്ളിയുടെ ഊഴാവണ വരെ ഇങ്ങനെ പുള്ളി ഇവിടെ സ്ത്രീകളുടെ അടുത്തൊക്കെ എന്നിട്ട് ഇങ്ങനെയൊക്കെ ഭയങ്കര തുള്ളി ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നിൽക്കണു. അപ്പോൾ അവിടെ സിഗ്നൽ കാണിക്കും, ആ കാവടിയാട്ടം കഴിഞ്ഞു, അപ്പോൾ അടുത്ത പൂരം ഇറങ്ങും. ഇനി കഴിഞ്ഞ് ആനപ്പൂരം കഴിഞ്ഞു, പഞ്ചവാദിക്കാർ പോയി അവിടുന്ന് കഴിയും. ഇനി വെളിച്ചപ്പാട് വരാറായെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ അങ്ങോട്ട് ഇറങ്ങുക. പക്ഷേ എന്താ സംഭവിച്ചു വെച്ചാൽ ആന അധികം പോകാൻ പറ്റാത്ത ആന മാത്രം തിരിഞ്ഞിങ്ങനെ കയറി വരിക. അപ്പോൾ പുള്ളി ഇവിടുന്ന് ഈയോ എന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങി. അപ്പോൾ ആന കണ്ടപ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് തിരിച്ച് അതിൽ സ്പീഡിൽ ഇങ്ങോട്ട് പോവാം. വെളിച്ചപ്പാടിൻ്റെ കഥ പറയുമ്പം പണ്ടൊക്കെ നല്ല നെറ്റിക്കിട്ട് വെട്ടുമായിരുന്നു. ഇപ്പം അതിലൊരു ചൂരൽ ഇങ്ങനെ തിരികെ വെച്ചിട്ടുണ്ടാകും. വെട്ടിയാലും ഈ ചൂരലാ വന്ന് കൊള്ളുന്നല്ല, നെറ്റ് വെട്ടിപ്പൊളിക്കുന്ന വെളിച്ചപ്പാടൊന്നും ഇപ്പോഴില്ല. അപ്പം എന്താ സംഭവം വെച്ചാൽ നമ്മൾ വെളിച്ചപ്പാടിന്റെ കൂടെ ഒരാൾ നടക്കുന്ന കണ്ടിട്ടുണ്ട്. ഇങ്ങനെ നടന്നിട്ട് മഞ്ഞൾ വെച്ച് പൊത്തും. ഇത് മുറിഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞൾ വെച്ച് പൊത്തും. അങ്ങനെയാണ്. അപ്പം ഇച്ചിരി ഇവനൊരു ഒറിജിനൽ വെളിച്ചപ്പാടല്ലായിരുന്നു, ഇനി ചെറിയ ഡ്യൂപ്ലിക്കേറ്റ് വെളിച്ചപ്പാട് ഒരു പുള്ളി വന്നേക്കുക. അപ്പോൾ പുള്ളി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി സ്ത്രീകളെയൊക്കെ കണ്ടപ്പം ഇച്ചിരി ഷോ എന്നൊക്കെ സാധനം കാണിച്ചിട്ട് ഒരു വെട്ട് നെറ്റിക്കിട്ടങ്ങ് വെട്ടിയപ്പം ഈ കൂടെ ഉള്ള അസിസ്റ്റന്റ് മഞ്ഞൾ പൊത്തിക്കോട്ടെ എന്ന് ചോദിക്കണം കേട്ടോ. പുള്ളി മഞ്ഞൾ പൊത്തിക്കോട്ടെ വേണ്ട, മെഡിക്കൽ കോളേജിലേക്ക് എടുത്തോ. നെറ്റ് പൊളിഞ്ഞിട്ടേ. അതെ. പിന്നെ ശരിക്കും നമ്മുടെ റോഡെല്ലാം ഗംഭീരമായിട്ടുണ്ട് ഇപ്പോൾ അല്ലേ. ഒരുവിധം പ്രത്യേകിച്ച് ഇലക്ഷൻ ആയപ്പോൾ തന്നെ ഒരുവിധം ടാർ ചെയ്ത് ഇനി ടാർ ചെയ്തതിൻ്റെ മുകളിൽ കൂടെ വീണ്ടും ടാർ ചെയ്യണൊക്കെ കണ്ടു ഇപ്പോൾ കഴിഞ്ഞ ദിവസം. ഒരു അടിയും കൂടെ കാണാണ്ട് എക്സ്ട്രാ ഒരു സൈഡൊക്കെ ടാർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ടാർ ചെയ്യണമെങ്കിലും പക്ഷേ കുറച്ച് നാളായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ PW നമ്മളെല്ലാവരും പൊതുവേ പറയും ഒരു വർക്ക് തുടങ്ങി ഇങ്ങനെ കുറേ കാലം അവിടെ കിടക്കും ഇല്ലേ. ഒരു പൈപ്പിൻ്റെ ജാലിട്ട് കഴിഞ്ഞാൽ കുറേ നാളോ മണ്ണൊക്കെ മൂടി അങ്ങനെ നിൽക്കും. അപ്പോൾ പക്ഷേ അവിടെ കാര്യം ശ്രദ്ധിച്ചാൽ എന്താണെന്ന് വെച്ചാൽ സത്യത്തിൽ അത് നമ്മുടെ തന്നെ കുഴപ്പമാണ്. കാരണം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് PWD വർക്ക് ഇൻ പ്രോഗ്രസ്, ഗോ സ്ലോ. അപ്പോൾ ഈ പണിക്കാർ വിചാരിച്ചത് ഇവരോടാണ് പതുക്കെ പോകാൻ പറഞ്ഞിരിക്കുന്നത്. അതിൽ പോണ യാത്രക്കാരനോടാണ് ഈ സംഭവം പതുക്കെ പോകാൻ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ രാത്രി പ്രോഗ്രാം കഴിഞ്ഞിട്ട് എനിക്കൊന്ന് മനോജ് ഇന്നസെന്റിന്റെ ഡ്രൈവറാണെന്ന് തോന്നുന്നു. രാത്രി ഇങ്ങനെ വണ്ടി ഓടിച്ച് വരികയാണ്. അപ്പോൾ മനോജനൊന്ന് ഉറങ്ങിപ്പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പുതിയ സ്വിഫ്റ്റ് കാറാണ്. പെട്ടെന്ന് ടാങ് എന്ന് പറഞ്ഞ് ഭയങ്കര ശബ്ദം കേൾക്കുന്നു. രണ്ട് സൈഡിലും പൊടി മണ്ണ്. എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഉറക്കത്തിൽ ഞെട്ടി എണീറ്റ് ഡ്രൈവറെ നോക്കിയപ്പോൾ ഡ്രൈവർ ഇങ്ങനെ സ്റ്റിയറിംഗ് പിടിച്ചോണ്ടിരുന്നിട്ട് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഇങ്ങനെ ചീത്ത വിളിക്കുക. സംഗതി തന്നെ അറിയോ, ജപ്പാൻ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി ഉണ്ടാക്കിയ 40 താഴ്ചയുള്ള കുഴിയിലേക്ക് വണ്ടി വീണ് കിടക്കുക. എന്നിട്ട് പദ്ധതിക്ക് കുറ്റം. രാത്രി 2 മണിക്ക് പുള്ളി ഉറങ്ങിപ്പോയതാ. എന്നിട്ട് നേരെ കുഴിക്കകത്തേക്ക് വീണ് കിടന്നിട്ടേ ജപ്പാൻ കുടിവെള്ള പദ്ധതി പറഞ്ഞ് രാവിലെ ക്രൈം വന്നിട്ടാ കാറ് മോളിൽ കയറ്റിയത്. നമ്മുടെ സ്കിറ്റുകൾ തന്നെ പല റിയാലിറ്റി ഷോയിലും കാണാൻ മറ്റേ തള്ളുന്ന ആൾക്കാരായിട്ട് കുറേ പേര്, കണാരൻ ചേട്ടൻ, അതുപോലെ തന്നെ നമ്മുടെ സുധീരേട്ടനൊക്കെ. അപ്പോൾ ഇത് സത്യത്തിൽ ഇതെല്ലാം നമ്മുടെ നാട്ടിൻപുറത്ത് ചായക്കടയിലാണ് ഇതൊക്കെ തുടക്കം. അവർ നമ്മുടെ മഴ പെയ്യുമ്പോഴേക്കും അവർ അയ്യോ ഞങ്ങളുടെയൊക്കെ ചെറുപ്പക്കാലത്തെ മഴ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താ മഴ. ഒരു കാറ്റെന്ന് അയ്യോ കാറ്റെന്ന് പറഞ്ഞാണല്ലോ. എൻ്റെ അച്ഛൻ കള്ള് എത്തുകാരനായിരുന്നു. കാറ്റത്ത് പനയൊക്കെ കിടന്ന് ഇങ്ങനെ ആടും. അപ്പോൾ അച്ഛൻ കള്ള് എത്തുമ്പോൾ ഇങ്ങനെ പനമ നിൽക്കുക. കാറ്റത്ത് പന അങ്ങോട്ട് വന്ന് ഇങ്ങനെ ആടി നിലത്ത് മുട്ടിയപ്പോൾ പുള്ളി കള്ളും കൂടെ ഇറക്കി വെച്ചു. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. തള്ളുണ്ട്. ഞങ്ങളുടെ അവിടെ ഓണത്തിന് ടാബ്ലോയ്ക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് ഒരു പഴയ എന്തോ ഒരു കുടിലോ എന്തോ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരലും ഒലക്കയും വേണം. അപ്പം ഞങ്ങളിങ്ങനെ പറഞ്ഞു ഇന്ന വീട്ടിലൊരു ഒലക്കയുണ്ട്, നമുക്ക് അവരലും ഒലക്കയൊക്കെ ഇപ്പം ആ വീട്ടിൽ കാണും, അവിടെ പോയി ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ ചേട്ടൻ്റെ വീട്ടിൽ ചെന്നിട്ട് ചോദിച്ചു, ചേട്ടാ ഇപ്പോൾ കരിങ്കല്ലിൻ്റെ ആണല്ലോ ഒരല്, അതിങ്ങനെ അവിടെ പറമ്പിൽ മണ്ണൊക്കെ പിടിച്ച് കിടപ്പുണ്ട്. ആ ഒരല് ഞങ്ങളെടുത്ത് കഴുകിയെടുത്തിട്ട് ഞാൻ ഈ പുള്ളിയോട് ചോദിച്ചു, ചേട്ടാ ഒലക്ക ഉണ്ടോ എന്ന് ചോദിച്ചു. പുള്ളി ഇങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് ഒന്ന് അകത്തൊക്കെ നോക്കിയിട്ട് ഒലക്ക കാണാനില്ലടാ, എന്തോ ഒരു ഒലക്ക ഉണ്ടായിരുന്ന തറവാടാണ്. ഒലക്കേ പുള്ളിയുടെ തറവാട്ടിൽ എന്തോ ഒരു ഒലക്ക 2 ആട്ടെ, എന്നാലും ഒരു ഒലക്ക 100 ഒലക്കുള്ള വീട് കണ്ടിട്ടുണ്ടോ? നമുക്ക് ഇവിടെ ആയാലും എവിടെ നമുക്ക് ചിരി ഒരു പ്രധാന സംഭവം. ഒരാളെ നമ്മളൊക്കെ പരിപാടി നടക്കുമ്പോഴൊക്കെ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം ചിരിപ്പിക്കില്ല. അപ്പോൾ ഇന്ന് അത് കലാരംഗത്തുനിന്നും മാറി. മിമിക്രിക്കാരന് മാത്രമല്ല ഇപ്പോൾ ഒരു ചിരിയെ പറ്റിയിട്ടുള്ള കൺസേൺ ഇപ്പോൾ ബാങ്കുകൾക്ക്. അപ്പോൾ ഈ നാഷണലൈസ്ഡ് ബാങ്കുകൾ ജീവിതത്തിൽ ചിരിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അവർ റിക്രൂട്ട്മെൻറ്റ് തന്നെ എടുക്കുകയുള്ളൂ. അപ്പോൾ ബാങ്കിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവന്മാർ എന്ത് ലോണാ ഇവിടെയാ എന്നൊക്കെ ഒരു മൈൻഡേ ചെയ്യില്ല. പക്ഷെ ഇപ്പോൾ അവർ മാറി. പ്രൈവറ്റ് ബാങ്കുകൾ ഭയങ്കരമായിട്ട് വന്നപ്പോൾ നാഷണലൈസ്ഡ് ബാങ്കിൽ ഗംഭീര ട്രെയിനിങ് ഒക്കെയാണ്. ഇനി നിങ്ങൾ കസ്റ്റമേഴ്സ് വരുമ്പോൾ ചിരിക്കണം, നന്നായി ചിരിച്ചിട്ട്. ആര് വരുമ്പോൾ നന്നായി പ്ലസൻറ്റോട് കൂടി ബിഹേവ്. ഒരു വലിയ ട്രെയിനിങ്, 3 ദിവസത്തെ ട്രെയിനിങ് ചിരിക്ക് വേണ്ടി മാത്രം.
അപ്പോൾ ഇവരെന്താ വെച്ചാൽ റെഡിന് കസ്റ്റമർ മുമ്പ് ചിരിക്കണം എന്ന പ്ലാനിലാണ്. മാനേജർ സ്റ്റാഫൊക്കെ ഇരിക്കുന്നുണ്ട്. കാലത്ത് ബ്രാഞ്ച് തുറന്നു. ഫസ്റ്റ് കസ്റ്റമർ ഇങ്ങനെ ഡോറ് തുറന്നു വരിക്കുമ്പോൾ ഇവരെല്ലാവരും ശരിയാ ഇവിടെ ചിരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ കസ്റ്റമർ കയറാൻ വിചാരിച്ച കസ്റ്റമർ ഇറങ്ങിപ്പോയി.